നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ക്ഷേമ പെൻഷനിൽ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സർക്കാർ പ്രതിമാസം 400 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ക്ഷേമ പെൻഷൻ തുക 1600 നിന്ന് 2000 ആയി ഉയരുകയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയവും 1000 രൂപ വർദ്ധിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. DA ഒരു ഗഡു വർദ്ധിപ്പിച്ചു. 4% DA കുടിശ്ശിക നവംബർ മാസത്തെ ശമ്പളത്തിനൊപ്പമാകും നൽകുക. സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷനും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഇതിനായി 3800 കോടി രൂപയായിരിക്കും സർക്കാർ ചിലവിടുക. നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്നതാണ് പദ്ധതി. തീർച്ചയായും നമ്മൾ മുൻപ് അറിയിച്ചിരുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 1600 രൂപയിൽ നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാണ് ഇനി ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാൻ പോകുന്നത്. 200 രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ 400 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരു മാസത്തെ കുടിശ്ശികയും ലഭിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു കുടിശ്ശികയും വരും മാസങ്ങളിൽ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 21ാം ഗഡുവും അക്കൗണ്ടുകളിലേക്ക് വരാൻ പോവുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്പൊ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരും മാസങ്ങളിൽ വിതരണം ചെയ്യും എന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അപ്പൊ തീർച്ചയായും നവംബർ മാസത്തിൽ ഈ ഒരു തുക നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വീതം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതിനോടകം 20 ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതായത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 40,000 രൂപയോളം ലഭിച്ചു കഴിഞ്ഞു. ഇനി 21ാം ഗഡു ലഭിക്കുന്നതോടെ 42,000 രൂപയിലേക്ക് എത്തുകയാണ്. തീർത്തും സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു സഹായം ഒരു ഗുണഭോക്താവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ KYC, ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. 20ാം ഗഡു ലഭിച്ച മുഴുവൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും 21ാം ഗഡുവും എത്തിച്ചേരും. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം. അതിനായി www.pmkisan.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും നിങ്ങളുടെ സ്റ്റാറ്റസ് അതിൽ ലഭ്യമാവുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിങ്ങളുടെ ഈ ഒരു സമ്മാൻ നിധി തടസ്സം കൂടാതെ ലഭിക്കുവാൻ എല്ലാവരും തന്നെ പരിശ്രമിക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പല പ്രഖ്യാപനങ്ങളും ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സമ്മാൻ നിധിയിലും ഇതുപോലെ ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2000 രൂപ കൂടി വർദ്ധിക്കുകയാണെങ്കിൽ 4000 രൂപയുടെ ഒരു സഹായമായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.